വെൽക്കം ഫ്രണ്ട്സ്. JIB പരീക്ഷയിൽ നിങ്ങളുടെ ആദ്യത്തെ എക്സാം ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞ പേപ്പറാണ്. ഇതിൽ മോഡ്യൂൾ ബിയിൽ ബിസിനസ് സൈക്കിൾസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതിനെപ്പറ്റി ഒരു പോഡ്കാസ്റ്റ് കേൾക്കാം. നമ്മുടെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അതൊരു റോളർ കോസ്റ്റർ യാത്ര പോലെ തോന്നാറില്ലേ? ചില സമയങ്ങളിൽ മുകളിലേക്കൊരു കുതിപ്പാണ്, മറ്റു ചിലപ്പോൾ താഴേക്ക് പീഡിപ്പിക്കുന്ന ഒരു വീഴ്ച. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ശരി, ഈ സാമ്പത്തിക ചക്രങ്ങളുടെ രഹസ്യം നമുക്കിന്ന് വളരെ ലളിതമായൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഉറപ്പായും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകുമല്ലേ, ചില വർഷങ്ങളിൽ എവിടെ നോക്കിയാലും പുതിയ ജോലികൾ, ശമ്പള വർധനവ്, അങ്ങനെ നല്ല വാർത്തകളായിരിക്കും. പക്ഷേ പെട്ടെന്നൊരു ദിവസം കേൾക്കുന്നത് കമ്പനികൾ ആളുകളെ പിരിച്ചുവിടുന്നു, സാധനങ്ങൾക്ക് വില കൂടുന്നു എന്നൊക്കെയാണ്. എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്? നമുക്ക് ഇതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ റോളർ കോസ്റ്റർ യാത്രയുടെ ഓരോ വളവും തിരിവും കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ ഈ 6 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. സാമ്പത്തിക കുതിപ്പിന്റെ ഉയരങ്ങൾ മുതൽ മാന്ദ്യത്തിന്റെ താഴ്ചകൾ വരെ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മുടെ യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഈ ബിസിനസ് സൈക്കിൾ അല്ലെങ്കിൽ സാമ്പത്തിക ചക്രം എന്നു പറഞ്ഞാൽ അടിസ്ഥാനപരമായി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ലളിതമായി പറഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് എപ്പോഴും നേരെ മുകളിലേക്ക് പോകുന്ന ഒരു കോണിപ്പടി പോലെയല്ല. അതിനു പകരം അതൊരു തിരമാല പോലെയാണ്. ചിലപ്പോൾ ഉയരും, ചിലപ്പോൾ താഴും. ഒരു രാജ്യത്തിന്റെ മൊത്ത വരുമാനം, അതായത് GDPയിലെ ഈ കയറ്റിറക്കങ്ങളെയാണ് നമ്മൾ ബിസിനസ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഒരു കയറ്റവും ഒരു ഇറക്കവും ചേരുമ്പോൾ ഒരു സൈക്കിൾ പൂർത്തിയാകുന്നു എന്ന് പറയാം. ഇതാണ് നമ്മുടെ റോളർ കോസ്റ്റർ യാത്രയുടെ ഒരു മാപ്പ്. ഒറ്റ നോട്ടത്തിൽ കുറച്ച് സങ്കീർണമായി തോന്നിയേക്കാം, പക്ഷെ പേടിക്കണ്ട. ഇതിലെ ഓരോ വളവും തിരിവും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്ത് മനസ്സിലാക്കാൻ പോവുകയാണ്. ഈ യാത്ര നമ്മളെ സാമ്പത്തിക രംഗത്തെ 4 പ്രധാന കാലഘട്ടങ്ങളിലൂടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോ ആരാണ് ശരിക്കും ഈ റോളർ കോസ്റ്റർ ഓടിക്കുന്നത്? സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ ഇതിനെപ്പറ്റി 2 പ്രധാന അഭിപ്രായങ്ങളുണ്ട്. ജോൺ കെയ്ൻസിനെ പോലുള്ള പ്രശസ്തരായ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നത്, നമ്മളെല്ലാവരും സാധനങ്ങൾ വാങ്ങുന്നതും പണം ചെലവഴിക്കുന്നതും കൂടുമ്പോഴും കുറയുമ്പോഴുമാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്നാണ്. അതായത് ഡിമാൻഡാണ് പ്രധാന കാരണം. എന്നാൽ കിറ്റ്ലാൻഡ് പ്രസ്കോട്ട് പോലുള്ള മറ്റു ചിലർ വാദിക്കുന്നത്, ഇന്റർനെറ്റ് വന്നതുപോലെയുള്ള വലിയ സാങ്കേതിക മാറ്റങ്ങൾ സമ്പദ്വ്യവസ്ഥയിലുണ്ടാക്കുന്ന ഷോക്കുകളാണ് യഥാർത്ഥ കാരണമെന്നാണ്. ശരി, നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. സീറ്റ് ബെൽറ്റൊക്കെ മുറുക്കിക്കോളൂ. നമ്മൾ ആദ്യം പോകുന്നത് ഏറ്റവും മുകളിലേക്കാണ്, റോളർ കോസ്റ്ററിന്റെ കൊടുമുടിയിലേക്ക്, അതായത് സാമ്പത്തിക കുതിപ്പിന്റെ കാലത്തേക്ക്. നമ്മളിപ്പോ ആ കൊടുമുടിയുടെ മുകളിലെത്തിയിരിക്കുന്നു. ഇവിടെ നിന്നുള്ള കാഴ്ച ഗംഭീരമാണ്. ഇതാണ് സാമ്പത്തിക കുതിപ്പിന്റെ അഥവാ ബൂം പീരീഡിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടം. എല്ലാം ഏറ്റവും മികച്ചതായി തോന്നുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആളുകളുടെ കയ്യിൽ ധാരാളം പണമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം വേണം. കാറുകൾ, വീടുകൾ, ഫോണുകൾ. ഡിമാൻഡ് കുതിച്ചുയരുന്നു. പക്ഷേ കമ്പനികൾക്ക് ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇതിനെയാണ് സമ്പദ്വ്യവസ്ഥ ചൂടുപിടിക്കുന്നു എന്ന് പറയുന്നത്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഡിമാൻഡ് ഇങ്ങനെ കൂടുമ്പോൾ സാധനങ്ങളുടെ വിലകളും റോക്കറ്റ് പോലെ മുകളിലേക്ക് കുതിക്കാൻ തുടങ്ങും. അതാണ് പണപ്പെരുപ്പം. ആ കൊടുമുടിയിൽ അധികനേരം നിൽക്കാൻ കഴിയില്ല, അല്ലേ? ഇനി ശ്വാസമടക്കി പിടിച്ചിരുന്നോളൂ. നമ്മൾ താഴേക്ക് കൂപ്പുകുത്തുകയാണ്. സാമ്പത്തിക മാന്ദ്യം അഥവാ റിസഷൻ എന്നറിയപ്പെടുന്ന ഈ ഇറക്കത്തിലേക്ക്. നമ്മുടെ യാത്രയുടെ ഗതി ഇപ്പോൾ നേരെ താഴേക്കാണ്. ഈ ഘട്ടത്തിൽ സമ്പദ്വ്യവസ്ഥയുടെ വേഗത കുറഞ്ഞു തുടങ്ങുന്നു. ആ കുതിപ്പിന്റെ ആവേശം പതിയെ ഭാവിയെക്കുറിച്ചുള്ള ഒരുതരം പേടിക്ക് വഴിമാറുന്ന സമയമാണിത്. ഒരു മാന്ദ്യത്തിന്റെ ലക്ഷണങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ തുടങ്ങും. ആളുകൾ പണം ചെലവഴിക്കാൻ മടിക്കുന്നു. വലിയ വാങ്ങലുകളൊക്കെ മാറ്റിവെക്കുന്നു. അതോടെ കടകളിൽ തിരക്ക് കുറയുന്നു. ഇത് കമ്പനികളെ ഉൽപ്പാദനം കുറയ്ക്കാൻ നിർബന്ധിതരാക്കും. നിർഭാഗ്യവശാൽ അതിന്റെ ഫലമായി ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്യും. പണപ്പെരുപ്പം കുറയുമെങ്കിലും ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക കൂടുന്ന ഒരു കാലമാണിത്. ഓരോ ഇറക്കത്തിനും ഒരവസാനമുണ്ട്. നമ്മുടെ റോളർ കോസ്റ്റർ അതിന്റെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തുകയാണ്. ഈ ഗർത്തത്തെയാണ് ട്രോഫ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ വീഴ്ച വളരെ ആഴത്തിലുള്ളതാകാം. അപ്പോൾ നമ്മളതിനെ ഡിപ്രഷൻ എന്ന് വിളിക്കും. ഇപ്പോൾ നമ്മൾ യാത്രയുടെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഇവിടെയെല്ലാം നിശ്ചലമായി തോന്നാം. പ്രതീക്ഷകൾ കുറയുകയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിലയ്ക്കുകയും ചെയ്യുന്ന ഏറ്റവും മോശം അവസ്ഥയാണിത്. ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു സാധാരണ മാന്ദ്യമല്ല, അതൊരു സാമ്പത്തിക ദുരന്തമാണ്. കടകളിൽ ആളില്ല, ഫാക്ടറികൾ നിശബ്ദമാകുന്നു, തൊഴിലില്ലായ്മ റെക്കോർഡ് ഭേദിക്കുന്നു. 1929 അമേരിക്കയിലെ മഹാമാന്ദ്യം ഓർത്താൽ മതി. എല്ലാം കൈവിട്ടുപോയി എന്ന് തോന്നുന്ന, നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയാണിത്. എന്നാൽ ഒരു റോളർ കോസ്റ്റർ
എപ്പോഴും താഴേക്ക് മാത്രം പോകില്ല. ആ താഴ്ചയിൽ നിന്ന് നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. പ്രതീക്ഷയുടെ ഈ ഘട്ടമാണ് വീണ്ടെടുക്കൽ അഥവാ റിക്കവറി. ആ ഗർത്തത്തിൽ നിന്ന് സമ്പദ്വ്യവസ്ഥയുടെ എഞ്ചിൻ വീണ്ടും പതുക്കെ പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഈ തിരികെ കയറ്റമാണ് റിക്കവറി. ഒരു ഇരുണ്ട തുരങ്കത്തിനു ശേഷം വെളിച്ചം കണ്ടു തുടങ്ങുന്നതുപോലെ സാമ്പത്തിക രംഗത്ത് പ്രതീക്ഷ തിരികെ വരുന്ന സമയമാണിത്. ഈ ഘട്ടത്തിൽ ആളുകളുടെ ആത്മവിശ്വാസം പതിയെ തിരികെ വരുന്നു. അവർ പണം ചെലവഴിക്കാൻ തുടങ്ങുന്നു. ഇത് കമ്പനികൾക്ക് പുതിയ ഓർഡറുകൾ നൽകുന്നു. അതോടെ അവർ വീണ്ടും ഉൽപ്പാദനം കൂട്ടുന്നു. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. പതുക്കെ പതുക്കെ ആ സാമ്പത്തിക ചക്രം വീണ്ടും കറങ്ങിത്തുടങ്ങുന്നു. നമ്മൾ യാത്ര തുടങ്ങിയ ആ കുതിപ്പിലേക്ക് സമ്പദ്വ്യവസ്ഥ ഒരിക്കൽ കൂടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഈ സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട്. ഈ റോളർ കോസ്റ്റർ യാത്രയെ അതിന്റെ പാട്ടിനു വിടുകയാണോ വേണ്ടത്? അതോ സർക്കാരുകൾക്ക് ഇടപെട്ട് ഈ കയറ്റിറക്കങ്ങളുടെ ആഘാതം ഒന്ന് കുറയ്ക്കാൻ സാധിക്കുമോ? ഒരു മാന്ദ്യം വരുമ്പോൾ സാധാരണയായി സർക്കാരുകൾ വെറുതെ ഇരിക്കാറില്ല. അവരുടെ കയ്യിൽ ചില പണിയായുധങ്ങളുണ്ട്. ഉദാഹരണത്തിന് നികുതി കുറയ്ക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെലവഴിക്കാൻ കൂടുതൽ പണമുണ്ടാകും. അതുപോലെ കമ്പനികൾക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ പലതരം പ്രോത്സാഹനങ്ങൾ നൽകും. ഇതെല്ലാം ചെയ്യുന്നത് ഒരൊറ്റ കാര്യത്തിനാണ്: ആളുകളെക്കൊണ്ട് കൂടുതൽ സാധനങ്ങൾ വാങ്ങിപ്പിച്ച് ആ നിന്നുപോയ സാമ്പത്തിക എഞ്ചിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ. എന്നാൽ ചിലപ്പോൾ കാര്യങ്ങൾ ഇത്ര ലളിതമായിരിക്കില്ല. ഗ്രോത്ത് റിസഷൻ എന്നൊരു വിചിത്രമായ അവസ്ഥയുണ്ട്. അതായത് രാജ്യത്തിന്റെ സാമ്പത്തിക റിപ്പോർട്ട് കാർഡിൽ വളർച്ചയുണ്ടെന്ന് കാണിക്കും, പക്ഷേ സാധാരണ ജനങ്ങൾക്ക് പുതിയ ജോലികളൊന്നും കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഉള്ള ജോലി നഷ്ടപ്പെടുന്നുണ്ടാവാം. സമ്പദ്വ്യവസ്ഥ വളരുന്നുണ്ടാകാം, പക്ഷെ അതിന്റെ ഗുണം സാധാരണക്കാർക്ക് ലഭിക്കാത്തൊരവസ്ഥയാണിത്. ഇനി ഒരു പേടി സ്വപ്നം പോലെയുള്ള അവസ്ഥയാണ് ഡബിൾ ഡിപ്പ് റിസഷൻ. ഒരു അസുഖം ഭേദമായി എന്ന് കരുതി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും രോഗം മൂർച്ഛിക്കുന്നതുപോലെയാണിത്. സമ്പദ്വ്യവസ്ഥ കരകയറി എന്ന് നമ്മളെല്ലാം ആശ്വസിക്കുമ്പോഴേക്കും അത് വീണ്ടും മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തുന്നു. ഇത് സാധാരണ മാന്ദ്യത്തേക്കാൾ ആഴത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഈ സാമ്പത്തിക റോളർ കോസ്റ്ററിന്റെ കൊടുമുടി കയറി താഴ്ചയിലേക്ക് പതിച്ചു വീണ്ടെടുക്കലിന്റെ പാതയും കണ്ടു.